അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞങ്ങൾ ഹുദൈബിയയിൽ എത്തിയപ്പോൾ അടുത്ത കൊല്ലം, അതായത് ഹുദൈബിയ സന്ധി ഉണ്ടായതിൻ്റെ പിന്നത്തെ കൊല്ലം, ഞങ്ങളിൽ രണ്ടുപേര് പോലും അംഗീകരിച്ചില്ല, അല്ലെങ്കിൽ ഏകാഭിപ്രായക്കാരായിരുന്നില്ല ഏത് മരത്തിൻ്റെ താഴെ വച്ചാണ് ബൈഅത്ത് റിദ്വാൻ, അതായത് അവിടുത്തെ സത്യപ്രതിജ്ഞ, റസൂലിന് സത്യം ചെയ്തു കൊടുത്തത് നടന്നത് എന്ന്. അത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു കരുണ അല്ലെങ്കിൽ ദയ ആയിരുന്നു. റിപ്പോർട്ടർമാരിൽ ഒരാൾ നാഫിയനോട് ചോദിച്ചു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനുള്ള ബൈഅത്ത് അല്ലെങ്കിൽ സത്യപ്രതിജ്ഞയാണ് എടുത്തത്? അത് മരണത്തിനുള്ളതായിരുന്നോ? നാഫിയ പറഞ്ഞു, ഇല്ല, അദ്ദേഹം അവരിൽ നിന്നും ക്ഷമിച്ചിരിക്കാനുള്ള ബൈഅത്താണ് എടുത്തത്. അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, ഈ റിപ്പോർട്ടർ, ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആൾ അള്ളാഹുവിനോട് നന്ദി പറയുകയാണ് ആ മരം ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാതിരുന്നതിൽ, അല്ലെങ്കിൽ ആളുകൾ അതിനെ ഒരു പുണ്യസ്ഥലമായി കണക്കാക്കുകയും അതിന് കീഴിൽ നടന്ന ഒരു പുണ്യപ്രവൃത്തിയെ പരിഗണിച്ചുകൊണ്ട്, ആ പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് അൻസാരികൾ അവിടെ വച്ചാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്. അപ്പോൾ മക്കയിലായിരിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയ്ക്ക് പുറത്തേക്ക് പോയി വരുന്ന അൻസാരികളെയൊക്കെ കാണാറുണ്ടായിരുന്നു. ആ സമയത്ത് ഏതെങ്കിലും ആയിരിക്കണം. قال ابن عمر رضي الله عنهما رجعنا مع العام المقبل فما اجتمع منا اثنان على الشجرة التي بايعنا تحتها كانت رحمة من الله فسألنا نافعا على أي شيء بايعهم على الموت قال لا بايعهم على الصبر. അപ്പോൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളെയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന് അതിൽ പുണ്യമുണ്ടെന്നും മഹത്വം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടെയൊക്കെ പോയി ആരാധനകൾ ചെയ്യുന്നത് തെറ്റാണ് എന്നാണ് ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അൻസാരികൾ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച ഒരു മരത്തിൻ്റെ ചോട്ടിൽ വെച്ചിട്ടായിരുന്നു, ക്ഷമയായിരുന്നു അവിടുത്തെ സത്യപ്രതിജ്ഞ. ആ മരം ഏതാണെന്ന് രണ്ടു പേർക്ക് പോലും ഉറപ്പുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അത് ഏതാണെന്ന് ഉറപ്പ് പറയാവുന്ന രണ്ടാളുകൾ പോലും ഞങ്ങളിൽ ഉണ്ടായിരുന്നില്ല. കുറേ പേര് ഉംറയ്ക്കോ അല്ലെങ്കിൽ ഹജ്ജിനോ വേണ്ടി പോയിരിക്കുന്നതാണ്. നമ്മൾ കാണുന്ന ജബലുന്നൂർ, ജബലുർ-റഹ്മ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ പോയി അവിടെ നടന്ന് സുന്നത്ത് നിസ്കരിക്കലും തലകുത്തിമറിയലും വയ്യാത്ത ആൾക്കാരെയൊക്കെ വലിച്ചു കയറ്റിക്കൊണ്ട് 2 മണിക്കൂർ മലയുടെ മുകളിലേക്ക് പോകുന്നതും ഒന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അതിലൊന്നും ബർക്കത്തുണ്ടെന്നോ അല്ലെങ്കിൽ പുണ്യം ഉണ്ടെന്നോ ഒക്കെ വിചാരിച്ചുകൊണ്ട് അതൊക്കെ ചെയ്താൽ ഒരു കാര്യവുമില്ല. 1,00,000 ഇരട്ടി കൂലി കിട്ടുന്ന മക്കയിലുള്ള ജമാഅത്ത് കളഞ്ഞിട്ടാണ് പല ആളുകളും ഈ മലയുടെ മുകളിലേക്ക് കയറാൻ പോകുന്നത്. സൂക്ഷിക്കുക. അബ്ദുല്ലാഹ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഒരു യുദ്ധസമയത്തായിരുന്നു, അൽ ഹറ യുദ്ധം ആയിരുന്നു അത്. ഒരാൾ ഇങ്ങോട്ട് വന്നു, എന്നിട്ട് പറഞ്ഞു, ഇബ്നു ഹൻസല ആളുകളിൽ നിന്ന് മരണത്തിന് വേണ്ടി ബൈഅത്ത് സ്വീകരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒഴികെ വേറെ ആർക്കും അങ്ങനെ ഒരു ബൈഅത്ത് ഞാൻ കൊടുക്കുകയില്ല. عن عبد الله بن زيد رضي الله عنه قال لما كان زمن حرة أتاه آت فقال له إن ابن حنظلة يبايع الناس على الموت فقال لا أبايع على هذا أحدا بعد رسول الله صلى الله عليه وسلم. യസീദ് ബിൻ ഉബൈദ് വിശദീകരിക്കുന്നു, സലമ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട്, ഞാൻ ബൈഅത്ത് റിദ്വാൻ, അതായത് തൃപ്തിയുടെ സത്യപ്രതിജ്ഞ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്തു. എന്നിട്ട് ഞാൻ ഒരു മരത്തിൻ്റെ തണലിലേക്ക് മാറി നിന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചുറ്റുമുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലയോ ഇബ്നു അൽ അക്വ, നീ എനിക്ക് ബൈഅത്ത് തരികയില്ലേ, അല്ലെങ്കിൽ സത്യം ചെയ്യുകയില്ലേ? ഞാൻ പറഞ്ഞു, അല്ലേ അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ നേരത്തെ ബൈഅത്ത് ചെയ്തതാണ്. അപ്പോൾ പറഞ്ഞു റസൂല്, നീ വീണ്ടും ചെയ്യൂ. അങ്ങനെ ഞാൻ വീണ്ടും ബൈഅത്ത് ചെയ്തു, 2ാമത്തെ തവണ. ഞാൻ ചോദിച്ചു, അല്ലേ അബൂ മുസ്ലിമേ, നീ എന്തിനാണ് ബൈഅത്ത് ചെയ്തത് ആ ദിവസം? ഞാൻ പറഞ്ഞു, മരണത്തിനുള്ള ബൈഅത്തായിരുന്നു അത്. അപ്പോൾ ഓരോ സമയങ്ങളിൽ ഓരോ കാര്യങ്ങളാണ്. ഇപ്പം മരിച്ചാലും വേണ്ടില്ല, നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി നിലകൊള്ളും എന്നൊക്കെ പറയുന്നത്. ഹദ്ദസനാ യസീദ് ബിൻ അബി ഉബൈദിൻ അൻ സലമത റളിയല്ലാഹു അൻഹു ഖാല ബായഅതു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ അദൽതു ഇലാ ളില്ലി ഷജറത്തിൻ ഫലമ്മ ഖഫന്നാസു ഖാല യാ ഇബ്നൽ അക്വഇ അലാ തുബായ ഖാല ഖുൽതു ഖദ് ബായഅതു യാ റസൂലല്ലാഹ് ഖാല വ ഐളഅൻ.
فبايعت الثانية فقلت له يا أبا مسلم على أي شيء كنتم تبايعون يومئذ قال على الموت. അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഖന്തക്ക് യുദ്ധം അല്ലെങ്കിൽ കിടങ്ങ് യുദ്ധത്തിൻ്റെ ദിവസം അൻസാരികൾ പറയുന്നുണ്ടായിരുന്നു, നമ്മളാകുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബൈഅത്ത് ചെയ്തത്, അദ്ദേഹത്തിനോടൊപ്പം യുദ്ധം ചെയ്യുമെന്ന് ജീവിതാവസാനം വരെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മറുപടി പറഞ്ഞു, അള്ളാഹുവേ, പരലോക ജീവിതമല്ലാതെ ഒരു ജീവിതം ഇല്ല. അപ്പോൾ ഈ ഭൂമിയിലുള്ളതൊന്നും ഒരു ജീവിതമല്ല, പരലോകമാണ് ശരിയായ ജീവിതം. അതുകൊണ്ട് നീ അൻസാരികളെ, അതായത് മദീനക്കാരെ അനുഗ്രഹിക്കണേ, ആദരിക്കണേ. അതുപോലെ മുഹാജിറുകളെയും, മക്കയിൽ നിന്ന് ഹിജറ വന്ന ആളുകളെയും നാടുവിട്ടോടി വന്നവരെയും ആദരിക്കുകയും അനുഗ്രഹിക്കുകയും അത്യുദാരനാവുകയും ചെയ്യണേ എന്ന് ദുആ ചെയ്തു. സമയത്ത് അനസ് റളിയല്ലാഹു അൻഹു യഖൂലു കാനത്തിൽ അൻസാറു യൗമൽ ഖന്ദഖി തഖൂലു നഹ്നു അല്ലദീന ബായഉ മുഹമ്മദൻ അലൽ ജിഹാദി മാ ഹയ്യിന അബദ ഫഅജാബഹും ഫഖാല അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശുൽ ആഖിറ ഫഅക്രിമിൽ അൻസാറ വൽ മുഹാജിറ. മുജാഷി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, എൻ്റെ സഹോദരനും ഞാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹത്തിനോട് അപേക്ഷിച്ചു ബൈഅത്ത് സ്വീകരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഞങ്ങളുടെ സത്യപ്രതിജ്ഞ സ്വീകരിക്കുന്നതിന് വേണ്ടി. ഹിജറയെ സംബന്ധിച്ചിട്ടായിരുന്നു അത്. അദ്ദേഹം പറഞ്ഞു, ഹിജറ കഴിഞ്ഞു പോയിരിക്കുന്നു അതിൻ്റെ ആളുകളോടൊപ്പം. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ പിന്നെ ഞങ്ങളിൽ നിന്ന് എന്ത് ബൈഅത്താണ് താങ്കൾ സ്വീകരിക്കുക? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇസ്ലാം പിന്നെ യുദ്ധം, ഇതിന് രണ്ടിനുമുള്ള ബൈഅത്ത് നിങ്ങളിൽ നിന്ന് സ്വീകരിക്കാം. അതായത് ആജീവാനന്ദം മുസ്ലിം ആയിരിക്കുമെന്നും ആജീവാനന്ദം അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യും എന്നും. അൻ മുജാഷി റളിയല്ലാഹു അൻഹു ഖാല അതൈതു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന വഅഖി ഫഖുൽതു ബായന അലൽ ഹിജ്റതി ഫഖാല മദത്തിൽ ഹിജ്റതു ലിഅഹ്ലിഹാ ഫഖുൽതു അലാ മാ തുബായിഉന ഖാല അലൽ ഇസ്ലാമി വൽ ജിഹാദി. ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നാട് വിട്ടോടിപ്പോവുക അല്ലെങ്കിൽ ഹിജ്റ ഇസ്ലാം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അത് റസൂലിൻ്റെ ഹിജ്റയോടുകൂടി അവസാനിച്ചു. ഇനി ഹിജ്റ പാടില്ല എന്നാണ് അതിൻ്റെ ഒരു നിയമം. അതൊക്കെയാണ് ഈ കാണിക്കുന്നത്. ഇമാം ആളുകളോട് അവരവരുടെ കഴിവുകൾക്കുള്ളിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ മാത്രമേ കൽപ്പിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ പാവപ്പെട്ടവനെ അല്ലെങ്കിൽ ഒരു കഴിവില്ലാത്ത ആളെ വിളിച്ചിട്ട് വലിയ വാറക്കല്ലി നോക്കാനൊന്നും ഏൽപ്പിക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരവരുടെ കഴിവുകൾക്കനുസരിച്ചിട്ടുള്ള പണി കൊടുക്കുക എന്നുള്ളതാണ് ഇമാമിൻ്റെ ഒരു ഉത്തരവാദിത്വം. ആസ്മിൽ ഇമാമി അലന്നാസി ഫീമ യുതീഖൂൻ. അബ്ദുള്ള റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഇന്ന് ഒരു മനുഷ്യൻ എൻ്റെ അടുത്തേക്ക് വന്നു, എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു. അതിൻ്റെ ഉത്തരം എങ്ങനെ എന്ത് പറയണം എന്ന് എനിക്കറിയില്ലായിരുന്നു. അയാളുടെ ചോദ്യം ഇതായിരുന്നു, എന്നോട് പറയൂ, സമ്പന്നനായ ഒരു ശക്തനായ മനുഷ്യൻ, വളരെയധികം ആയുധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അയാളുടെ അടുത്ത്, നല്ല ആയുധങ്ങളൊക്കെ ഉണ്ട്. അയാൾ പട്ടാളത്തിനോടൊപ്പം യാത്ര പോകുന്നു, നേതാക്കന്മാരോടൊപ്പം. അയാൾ ഉത്തരവിടുന്നു ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന്, പക്ഷേ അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ ഞങ്ങൾ അയാളെ അനുസരിക്കണോ? ഞാൻ മറുപടി പറഞ്ഞു, അള്ളാഹുവാണേ, എനിക്ക് എന്ത് നിങ്ങൾക്ക് ഉത്തരം തരണം എന്ന് അറിയില്ല, ഈ ഒരു കാര്യം ഒഴികെ. ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആയിരുന്നു. ഞങ്ങളോട് അദ്ദേഹം കാര്യങ്ങൾ ഉത്തരവിടാറുണ്ടായിരുന്നു, അത് തീർക്കുന്നതുവരെ. അതായത് ഒന്നല്ലെങ്കിൽ ഒരു പണി തീർന്നിട്ട് അടുത്ത പണി തരുള്ളൂ, അതല്ലെങ്കിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന പണികളെ റസൂല് തന്നിട്ടുള്ളൂ. സംശയമേ ഇല്ല, ഞങ്ങളിലുള്ള എല്ലാവരും നല്ല നിലയിൽ തന്നെ തുടർന്നു. അവർ അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ടിരുന്ന അത്രയും കാലം, അനുസരിച്ചിരുന്നിടത്തോളം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടായാൽ, ഏതെങ്കിലും നിയമപരമായ സംശയം ഉണ്ടായാൽ എന്തെങ്കിലും കാര്യത്തിൽ, അവർ അത് ചോദിച്ചു കൊള്ളട്ടെ, അവർക്ക് തൃപ്തികരമായ ഉത്തരം കിട്ടുന്നതുവരെ. പക്ഷേ ഒരു കാലം വരാനുണ്ട്, അത് എത്രയും പെട്ടെന്ന് വരും. അങ്ങനെ നിങ്ങൾക്ക് തൃപ്തികരമായ മറുപടി തരുന്ന ഒരാളെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റാത്ത ഒരു കാലം വരും. അവനാണേ, അതായത് അള്ളാഹുവാണേ, ആരാധിക്കപ്പെടാൻ ആർക്കാണോ അർഹതയുള്ളത് അവനാണേ. നമ്മളുടെ കഴിഞ്ഞുപോയ ജീവിതം എന്ന് പറയുന്ന ഒരു ഉദാഹരണമാകുന്നു. ഇനി മുന്നോട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് ഒരു വറ്റിപ്പോയ കുളം പോലെയാവുന്നു. അതിൽ വെള്ളം ഇല്ല, അല്ലെങ്കിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ, കലങ്ങിയ ചെളിവെള്ളം. അതിന് മുമ്പുള്ള ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്ന മക്ക വിജയത്തിന് ശേഷം ഹിജ്റ ഇല്ല. ഖാല അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ലഖദ അതാനിൽ യൗമ റജുലുൻ ഫസഅലനി അൻ അംരിൻ മാ ദറൈതു മാ അറുദ്ദു അലൈഹി ഫഖാല أرأيت رجلا مؤذيا نشيطا يخرج مع أمرائنا في المغازي
فيعزم علينا في أشياء لا نحصيها فقلت له والله ما أدري ما أقول لك إلا إنا كنا مع النبي صلى الله عليه وسلم فعسى أن لا يعزم علينا في أمر إلا مرة حتى نفعله وإن أحدكم لن يزال بخير ما اتقى الله وإذا شك في نفسه شيء سأل رجلا فشفاه منه وأوشك ألا تجدوه والذي لا إله إلا هو ما أذكر ما غبر من الدنيا إلا كالثغب شرب صفه وبقي كدره. സാധാരണ രീതിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്യുമ്പോൾ ദിവസത്തിൻ്റെ ആദ്യ ഭാഗത്തായിട്ടായിരുന്നു യുദ്ധം തുടങ്ങിയിരുന്നത്. അതായത് രാവിലെ തുടങ്ങിയില്ലെങ്കിൽ അത് സൂര്യൻ ചെരിയാൻ തുടങ്ങുന്നത് വരെ മാറ്റുമായിരുന്നു, അല്ലെങ്കിൽ താമസിപ്പിക്കുമായിരുന്നു. അതായത് നട്ടുച്ച കഴിയുന്നത് വരെ. തലയുടെ മുകളിൽ നിന്ന് ഒരല്പം മാറിക്കഴിഞ്ഞാൽ പിന്നെ യുദ്ധം തുടങ്ങും. ഒന്നല്ലെങ്കിൽ സുബഹി കഴിയുമ്പോൾ, അതല്ലെങ്കിൽ നട്ടുച്ച കഴിയുമ്പോൾ. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ലം യുഖാതിൽ അവ്വലൻ നഹാരി അഖറൽ ഖിതാലി ഹത്താ തസുല ശംസ്. സാലിം അബു അൻ-നദ്ർ വിശദീകരിക്കുന്നു, അത് ഉമർ ബിൻ ഉബൈദുള്ളയുടെ സ്വതന്ത്രനാക്കപ്പെട്ട അടിമയാണ്. അദ്ദേഹം ഉമറിൻ്റെ ക്ലർക്ക്, അല്ലെങ്കിൽ കണക്കപ്പുള്ള, അല്ലെങ്കിൽ കാര്യസ്ഥൻ എന്നൊക്കെ പറയാവുന്ന പോലത്തെ ആളായിരുന്നു. അബ്ദുല്ലാഹിബ്നു അബി ഔഫ അദ്ദേഹത്തിന് ഒരു എഴുത്ത് എഴുതി, അതായത് ഉമറിന്. അതിൽ ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്: അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ചില വിശുദ്ധമായ യുദ്ധങ്ങളിൽ സൂര്യൻ താഴുന്നതുവരെ, അല്ലെങ്കിൽ നട്ടുച്ചയിൽ നിന്ന് മാറുന്നതുവരെ കാത്തിരിക്കാറുണ്ടായിരുന്നു. സാലിമിൻ അബിൻ നദ്രി മൗല ഉമർ ഇബ്നു ഉബൈദില്ലാഹി വകാന കാതിബൻ ലഹു ഖാല കതബ ഇലൈഹി അബ്ദുല്ലാഹി ഇബ്നു അബി ഔഫ റളിയല്ലാഹു അൻഹുമാ ഫഖറഅതുഹു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബഅദി അയ്യാമിഹി അല്ലതി ലഖിയ ഫീഹാ തദറ ഹത്താ മാലത്തി ശംസ്. അപ്പോൾ അതൊരു സുന്നത്താണ്. ഒന്ന്, എന്തെങ്കിലും കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ സുപ്രഭാതത്തിന് ശേഷം തുടങ്ങുക, അതല്ലെങ്കിൽ നട്ടുച്ചയ്ക്ക് ശേഷം തുടങ്ങുക. അതിനുശേഷം അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു ആളുകൾക്കിടയിൽ, എന്നിട്ട് അവരോട് പറഞ്ഞു: അല്ലയോ മനുഷ്യരെ, നിങ്ങൾ ശത്രുവുമായി ഏറ്റുമുട്ടാൻ അല്ലെങ്കിൽ നേരിൽ കാണാൻ ഉദ്ദേശിക്കരുത് യുദ്ധത്തിൽ. എന്നിട്ട് നിങ്ങളെ അള്ളാഹു രക്ഷപ്പെടുത്തും എന്ന് പ്രതീക്ഷിക്കുകയും അരുത്, അതായത് കഷ്ടപ്പാടുകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ കണ്ടുമുട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നേരിടുകയാണെങ്കിൽ, നിങ്ങൾ ക്ഷമ ഉള്ളവരായിരിക്കുക. അറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ സ്വർഗം എന്ന് പറയുന്നത് വാളിൻ്റെ നിഴലിൻ്റെ താഴെയാകുന്നു. അപ്പോൾ അതായത് വാള് എടുത്തുപയോഗിച്ചാൽ സ്വർഗത്തിൽ പോകാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ അതാണ് സ്വർഗത്തിലേക്കുള്ള വഴി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു: അല്ലേ അല്ലാഹുവേ, ഈ പുസ്തകത്തിൻ്റെ, അല്ലെങ്കിൽ വിശുദ്ധ പുസ്തകത്തിൻ്റെ അവതാരകനെ, കാർമേഘങ്ങളെ നീക്കുന്നവനെ, അല്ലെങ്കിൽ സഞ്ചരിപ്പിക്കുന്നവനെ, അൽ അഹ്സാബിലെ ആളുകളെ തോപ്പിക്കുന്നവനെ, അതായത് സഖ്യകക്ഷി യുദ്ധം എന്നൊക്കെ പറഞ്ഞത് കുറേ ഗോത്രങ്ങൾ കൂടി ചേർന്നിട്ട് യുദ്ധം ചെയ്തിരുന്നു. അത് തോറ്റുപോയി. അക്രമികളും സഖ്യകക്ഷികളുമൊക്കെ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ പല രാജ്യങ്ങളും ചേർന്ന് ഇറാനും ഇറാഖും ഒക്കെ ആക്രമിക്കുക. ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു സഖ്യകക്ഷി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന അൽ അഹ്സാബ്. അക്രമകാരികളായ അവരെ നീ തോൽപ്പിക്കണേ, ഞങ്ങളുടെ മേൽ വിജയം നീ കൊണ്ടുവന്ന് തരണേ. ഇതൊരു ദുആയാണ്. ആമീൻ നമ്മൾക്കും ഉപയോഗിക്കാവുന്നതാണ്. ثم قام في الناس قال أيها الناس لا تتمنوا لقاء العدو واسألوا الله العافية فإذا لقيتموهم فاصبروا واعلموا أن الجنة تحت ظلال السيوف. ثم قال اللهم منزل الكتاب ومجري السحاب وهازم الأحزاب اهزمهم وانصرنا عليهم. ഇമാം അല്ലെങ്കിൽ നേതാവിനോട് അനുവാദം ചോദിക്കുന്നത് ആരെങ്കിലും ഒരാൾക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ താല്പര്യമില്ല. അള്ളാഹുവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറയുന്നത് അവരാകുന്നു. അവർ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്. അവൻ്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിക്കുന്നവരാകുന്നു. അവർ അദ്ദേഹത്തോടൊപ്പം എന്തെങ്കിലും പൊതുവായ കാര്യത്തിൽ ആയിരിക്കുമ്പോൾ അവർ അവിടെ നിന്നും വിട്ടുപോവുകയില്ല, അവരോട് അദ്ദേഹം അനുവാദം കൊടുക്കുന്നതുവരെ. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയാണെങ്കിൽ അവിടെ തന്നെ നിൽക്കും. പൊക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് പോവുകയോ, അതല്ലെങ്കിൽ റസൂൽ വീട്ടിൽ പൊക്കോ എന്ന് പറഞ്ഞാലല്ലാതെ അവരവിടെ നിന്ന് പോവുകയില്ലായിരുന്നു. തീർച്ചയായും എന്നോട് അനുവാദം ചോദിക്കുന്നവർ
എന്നും ആയത്ത് അങ്ങനെ തുടരുന്നു. 24-ാമത്തെ സൂറത്ത് 62-ാമത്തെ ആയത്ത്. ഇസ്തിദാനി റജുലിൽ ഇമാമി ലിഖൗലിഹി ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി വഇദാ കാനൂ മഅഹു അലാ അംരി ജാമിഇൻ ലം യദ്ഹബൂ ഹത്താ യസ്തഅ്ദിനൂഹു ഇന്നല്ലദീന യസ്തഅ്ദിനൂനക ഇലാ ആഖിരിൽ ആയത്തി. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.